വയനാട്ടിലെ ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളിൽ സൈനിക വേഷത്തിൽ സന്ദർശനം നടത്തിയ നടൻ മോഹൻലാലിനെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയതിന് ചെകുത്താൻ എന്ന യൂട്യൂബ് ചാനൽ ഉടമ പത്തനംതിട്ട തിരുവല്ല മഞ്ഞാടി സ്വദേശി അജു അലക്സ് പോലീസ് കസ്റ്റഡിയിൽ. മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ പരാതിയിലാണ് പോലീസ് നടപടി സ്വീകരിച്ചത്. ഇന്നലെ തന്നെ പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നു. ഭാരതീയ ന്യായ സംഹിത 192-296 KP ആക്ട് 2011 120 വകുപ്പുകൾ പ്രകാരമായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. കേസെടുത്തതിന് പിന്നാലെ ഇയാൾ ഒളിവിൽ പോവുകയും ചെയ്തു. സമൂഹ മാധ്യമത്തിൽ മോഹൻലാലിനെ അപകീർത്തിപ്പെടുത്തുന്നതിനും ആരാധകരിൽ വിദ്വേഷം ജനിപ്പിച്ച് സമൂഹത്തിൽ ലഹളയുണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുമുള്ള പരാമർശങ്ങൾ നടത്തിയെന്നാണ് പോലീസ് FIRൽ പറയുന്നത്. ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവിയിൽ വഹിക്കുന്നയാളാണ് മോഹൻലാൽ. മോഹൻലാലിന്റെ യൂണിറ്റായ മദ്രാസ് റെജിമെന്റ് 122 ആണ് വയനാട്ടിലെ രക്ഷാപ്രവർത്തനത്തിനായി എത്തിയിരുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് മോഹൻലാൽ സൈനിക യൂണിഫോമിൽ സംഭവസ്ഥലത്തെത്തിയതും സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തിയതും. എന്നാൽ ഇതിനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലായിരുന്നു ചെകുത്താന്റെ പ്രതികരണം. മോഹൻലാലിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നിരവധി പോസ്റ്റുകളും വീഡിയോകളും ചെകുത്താൻ 2024 എന്ന തന്റെ ഫേസ്ബുക്ക് പേജിൽ അജു അലക്സ പങ്കുവച്ചിട്ടുണ്ട്. അതിലൊന്നിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇത്രയും പട്ടാളക്കാർ ഒരാളുടെ പിറകെ, അതും ദുരിതമുഖത്ത്, രക്ഷാപ്രവർത്തനത്തിനിടയിൽ. എല്ലാം കഴിഞ്ഞു ദൗത്യത്തിന് അവസാനം എടുക്കേണ്ട സെൽഫി ആൻഡ് ഫോട്ടോഷൂട്ട് വിത്ത് എ സെലിബ്രിറ്റി പോലും എടുത്ത് പോസ്റ്റ് ഇട്ടതും കണ്ടു. പ്രൊഫഷണൽ എത്തിക്സ് ഇല്ലാത്ത പോലെ തോന്നുന്നു. എന്തിന് ഇതിൻ്റെ ഇടയിൽ പട്ടാളത്തിന് മോഹൻലാലിൻ്റെ ഉപദേശം ആവശ്യം? ഇനി പട്ടാളത്തിന് ആവേശം ഊർജ്ജമൊക്കെ ഉണ്ടാക്കാൻ ഒരു സിനിമാ നടൻ വരണമെന്നുണ്ടോ? മിലിറ്ററി യൂണിഫോം ഇട്ട് ഇങ്ങനെയൊരു അവസരത്തിൽ മോഹൻലാൽ ഇവിടെ എത്തേണ്ട ആവശ്യം പട്ടാളത്തിനുണ്ടോ? പാഴാകുന്ന സമയം എന്നല്ലാതെ വേറെ എന്ത് പ്രയോജനമാണുള്ളത്? പണപ്പിരിവിൽ കൂടുതൽ കൊടുത്തത് മോഹൻലാലോ അതോ പൊതുജനമോ അതോ ഗവൺമെൻറ്റോ? കൂട്ടത്തിൽ ഏറ്റവും മികച്ച സൈനികനല്ലെങ്കിൽ ഇങ്ങനെ ഓപ്പറേഷൻസ് മുൻപ് ചെയ്ത് പരിചയവുമുള്ളത് മോഹൻലാലിനോ? എന്താണ് ഇയാളുടെ യോഗ്യത? എന്താണ് ഇയാളുടെ പ്രവർത്തന പരിചയം? എന്താണ് പട്ടാളത്തിന് ഇതിലുള്ള നേട്ടം? രക്ഷാപ്രവർത്തനത്തിൽ ഇയാൾ വരുത്തിയ മാറ്റം അല്ലെങ്കിൽ മെച്ചപ്പെടുത്തിയത് എന്ത്? വെറുതെ വന്ന് കാണുന്നതിലും എത്രയോ നന്നായി TV-യിൽ കാണാം. എന്താണ് സംഭാവന എന്ന് മോഹൻലാൽ മീഡിയയോട് പറയുന്നത് 3 കോടി എന്നാണ്. അത് കൊടുക്കാൻ പോയതാണ് എങ്കിൽ പട്ടാളത്തിൻ്റെ സമയം അതുപോലെ തന്നെ കൃത്യനിർവഹണത്തിന് തടസ്സവും ഉണ്ടാക്കിയത് എന്തിനാണ് എന്നും ചെകുത്താൻ ചോദിക്കുന്നു. റിട്ടയർമെൻറ്റ് പ്രായം കഴിഞ്ഞവർ ഇങ്ങനെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നത് പ്രായോഗികമാണോ? ആരോഗ്യവും ധൈര്യവുമുള്ള ചെറുപ്പക്കാർ പണി ചെയ്യുന്നുണ്ടല്ലോ. മറ്റേതൊക്കെ രാജ്യങ്ങളിൽ ഇങ്ങനെയുള്ള സമയത്ത് സിനിമാ നടന്മാർ ഇറങ്ങിച്ചെന്ന് ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നായിരുന്നു ചെകുത്താൻ്റെ പോസ്റ്റ്. ഇതേ തുടർന്ന് അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ പരാതിയിലാണ് പോലീസ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്.